ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ്രോ ക്രിയേഷൻസ്. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഫോണിൻ്റെ കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ ഒരു ഫോണിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോവുക, അതായത് റീസ്റ്റാർട്ടിങ് സംഭവിക്കുക എന്നുള്ളതാണ്. ഫോൺ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കോൾ വരികയോ അല്ലെങ്കിൽ കോൾ വിളിക്കുന്ന സമയത്തോ യൂട്യൂബിൽ വീഡിയോസ് കാണുന്ന സമയത്തോ ഗെയിം കളിക്കുന്ന സമയത്തോ ഏത് സമയത്താണെങ്കിലും ചിലപ്പോൾ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലംസ്. നിങ്ങൾക്കിപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്, ഫോൺ ഓട്ടോമാറ്റിക്കലി ഓഫായി. ജസ്റ്റ് ഒരു മെസ്സേജ് വന്നപ്പോൾ തന്നെ ഫോൺ ഓഫായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് തന്നെ ചിലപ്പോൾ ഓൺ ആക്കേണ്ടി വരും, ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ഓണായി വരികയും ചെയ്യും. ഇത്തരം പ്രോബ്ലംസുകൾ, അതായത് ഫോൺ റീസ്റ്റാർട്ടിങ് സംഭവിക്കുക, ഫോൺ ഓട്ടോമാറ്റിക്കലി ഓഫായി പോവുക, ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം ഏകദേശം 90% ഇതിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ഇഷ്യൂസ് തന്നെയാണ്. ബാറ്ററി മാറിയാൽ തന്നെ ഏകദേശം മിക്കവാറുമൊക്കെ ഫോണിൻ്റെ ഈ ഒരു കംപ്ലയിൻറ്റ് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. ബാറ്ററി മാറിയിട്ടും കംപ്ലയിൻറ്റ് ശരിയായില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ഫോണിൻ്റെ ഇത്തരം ഫോണുകളുടെ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഹാർഡ്വെയറോ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമായിട്ടുള്ളൂ. എന്തായാലും നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു ബാറ്ററി ഒന്ന് മാറി നോക്കാം, കംപ്ലയിൻറ്റ് മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, നമുക്കിപ്പോൾ ബാറ്ററി ഒന്ന് മാറി നോക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ബാറ്ററി മാറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫോണിൽ ഷോർട്ട് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് മെയിനായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ബാറ്ററി എപ്പം മാറുകയാണ്, ഏത് ഫോണിന് ബാറ്ററി മാറിയാലും ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫോണിന് ഷോർട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഷോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി മാറിയാലും പിന്നെയും കിടക്കത്തില്ല എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണ് ഷോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. റീഡിങ് ഓക്കെയാണ്. നമ്മൾ ഓപ്പോസിറ്റ് മോഡും കൂടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഇതെങ്ങനെ ചെക്ക് ചെയ്യാം, ഷോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ കാണുക. ഇപ്പോൾ ഇത് വൺ സൈഡ് വാല്യൂയും വൺ സൈഡ് നോ വാല്യൂമാണ്, അതുകൊണ്ട് തന്നെ ഫോണിൽ ഷോർട്ട് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതോടുകൂടി തന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്ററിയുടെ വോൾട്ടേജും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സംതിങ് ഉണ്ട്, നല്ലൊരു ബാറ്ററി ചാർജിങ് ഉണ്ട്. ബാറ്ററി ചാർജ് 3.8 സംതിങ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ചാർജ് ഫോണിൻ്റെ ബാറ്ററിക്ക് ഉണ്ട് എങ്കിൽ പോലും ഇതിൻ്റെ ആംപിയർ കറക്റ്റായിട്ട് എടുക്കുന്നില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കണം ഈ ഒരു ഫോൺ ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓഫ് ആയി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബാറ്ററി വോൾട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തായാലും ബാറ്ററി മാറി നോക്കിയേ പറ്റൂ. അപ്പോൾ നമുക്ക് ബാറ്ററി ഒന്ന് മാറി നോക്കാം. അതിനായിട്ട് ഞാൻ ബാറ്ററി റിമൂവ് ചെയ്യുകയാണ്. നമുക്കൊരു പുതിയൊരു ബാറ്ററി ഇട്ട് നോക്കാം. ബാറ്ററി കണക്ടർ, അതേപോലെ തന്നെ ഡിസ്പ്ലേയുടെ കണക്ടർ, സബ്ബോർഡിൻ്റെ കണക്ടറൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് സ്ട്രിപ്പ് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരികയാണെങ്കിൽ ചിലപ്പോൾ കണക്ടർ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ബാറ്ററി നമ്മൾ ഒട്ടിച്ചിട്ടില്ല, ഒട്ടിക്കാൻ നമുക്ക് മൊത്തം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഒട്ടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഒട്ടിച്ചതിന് ഇത് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം, ബാറ്ററി ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ബാറ്ററിയുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് ബാൻഡ് ചെയ്യുക. കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇളക്കം പറ്റുകയാണെങ്കിൽ നമ്മുടെ അതിൻ്റെ കണക്ടറൊക്കെ ചിലപ്പോൾ കംപ്ലൈൻറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബാറ്ററി ഇളകാതിരിക്കുന്നതിന് വേണ്ടി ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യുക. അതിനുശേഷം ഫോണൊന്ന് നമുക്ക് ഓൺ ചെയ്ത് ബാക്കി പ്രോപ്പറായിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യുക. പഴയ എന്തെങ്കിലും റീസ്റ്റാർട്ടിങ് ഇഷ്യൂസ് നമ്മൾ യൂട്യൂബിൽ വീഡിയോസുകൾ കാണുകയോ വീഡിയോ കാണുകയോ ഒക്കെ ചെയ്തുകൊണ്ട്
നമുക്കല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കോളൊക്കെ വിളിച്ചുകൊണ്ട് സിമ്മൊക്കെ ഇട്ട് കോളൊക്കെ വിളിച്ചുകൊണ്ട് ആ ഒരു പ്രോബ്ലംസ് മാറിയിട്ടുണ്ടോ എന്നുള്ളതും മെയിനായിട്ട് ചെക്ക് ചെയ്യുക. മെയിനായിട്ട് ചെക്ക് ചെയ്ത് എല്ലാ പ്രോബ്ലംസും മാറി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ചാർജറും കൂടെ കുത്തി ചാർജ് ആവുന്നുണ്ടോ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ബാറ്ററി കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാം. നമുക്ക് ബാക്ക് കവറൊക്കെ പാക്ക് ചെയ്യാവും. അപ്പോൾ ബാറ്ററി ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ബാക്കി പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എല്ലാം ചെയ്യുക. ഞാനിപ്പോൾ നമുക്കൊരു യൂട്യൂബിലെ വീഡിയോസുകളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു നോക്കാം. പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ, അല്ല നേരത്തെ പോലെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടു നോക്കാം. നേരത്തെ യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ യൂട്യൂബിൽ വീഡിയോ ഓപ്പൺ ആകുമ്പോൾ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുമായിരുന്നു, റീസ്റ്റാർട്ടിങ് സംഭവിക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല, ഫോൺ ഓഫ് ആവുന്നൊന്നുമില്ല. 100% 100% ബാറ്ററിയുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഫോൺ ഓട്ടോമാറ്റിക് സ്വിച്ച് ഓഫ് ആയിരുന്നത്. അപ്പോൾ നമുക്ക് അത് പുതിയ ഒരു ബാറ്ററി മാറിയതോടുകൂടി അത് കറക്റ്റായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ചാർജിങ്ങും പ്രോപ്പറായിട്ട് കയറുന്നുണ്ട്. ഇനി വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് ഇനി ചെയ്യേണ്ടത് നമ്മൾ ബാറ്ററി ഗം തേച്ച് കറക്റ്റ് പ്രോപ്പറായിട്ട് ഒട്ടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഗം കറക്റ്റായിട്ട് ഒട്ടിക്കുക. അതിനുശേഷം ബാക്ക് കവർ മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളൊന്നും കൂടി ചെക്ക് ചെയ്തതിനു ശേഷം കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.